ഹായ് ഗായ്സ്. അപ്പോൾ ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓസിലേഷൻ അഥവാ ദ്വാലനം എന്ന് പറയുന്ന ഒരു മോഷനെ കുറിച്ചാണ്. ഈ ചലനത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സിസ്റ്റത്തിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ സെറ്റപ്പിൻ്റെ ആവശ്യമുണ്ട്. ദാറ്റ് സെറ്റപ്പ് ഇസ് കോൾഡ് പെൻഡുലം. അപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നതാണ് പെൻഡുലം എന്ന് പറയുന്ന വസ്തു. അതായത് ഒരു മാസിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പ്രത്യേക ലെങ്ത്തിൽ ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സെറ്റപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെൻഡുലം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഈ കാണുന്ന പെൻഡുലത്തിന് ഞാൻ യാതൊരുവിധ ഫോഴ്സും അപ്ലൈ ചെയ്യുന്നില്ല. ആ കാണുന്ന പെൻഡുലം അതിൻ്റെ ആ ഒരു ലൊക്കേഷനിൽ അത് സ്റ്റേബിളായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ സ്റ്റേബിളായി നിൽക്കുന്ന ഈ ഒരു ലൊക്കേഷൻ അത് നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ തുലന ബിന്ദു എന്ന് പറയും. ഇക്വിലിബ്രിയം പോയിന്റ് അല്ലെങ്കിൽ തുലന ബിന്ദു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിലേക്ക് യാതൊരു ബലം കൊടുക്കാത്ത സമയത്ത് അത് ഇപ്പോൾ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത്, സ്റ്റേബിളായി നിൽക്കുന്നത്, ആ സ്റ്റേബിൾ പൊസിഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ തുലന ബിന്ദു അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് പറയുന്നത്. Now look at what happened. ഞാനിപ്പോൾ അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ തുലന സ്ഥാനം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്നും ജസ്റ്റ് ഒന്നൊരു സൈഡിലേക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ നീക്കി എന്ന് എഴുതാം. ക്ലിയർ? ഞാൻ നീക്കി, ഞാൻ അതിനെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അതിനെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സീ ദാറ്റ് എന്താ സംഭവിക്കുന്നത്? യെസ്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഇങ്ങനെ ആടും അല്ലേ? ആ ഒരു തുലന സ്ഥാനത്തിന് എബൌട്ട് ആയി കണ്ട് എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ടു ആൻഡ് ഫ്രോ മോഷൻ എബൌട്ട് ദാറ്റ് ഫിക്സ്ഡ് പോയിന്റ് അല്ലെങ്കിൽ ദാറ്റ് ഇക്വിലിബ്രിയം പോയിന്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. This type of motion, that is the to and fro motion about a fixed point അല്ലെങ്കിൽ about the equilibrium point അല്ലെങ്കിൽ ഇരുവശങ്ങളിലേക്കുമായി തുലന ബിന്ദുവിനെ അടിസ്ഥാനമാക്കിയുള്ള ചലനം, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ദ്വാലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? കാര്യം മനസ്സിലായോ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, നൗ നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ഓസിലേറ്ററി മോഷൻ്റെ ചില പാരാമീറ്റേഴ്സ് ആണ്. 3 പാരാമീറ്റേഴ്സ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ആക്ച്വലി അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അഥവാ ആയതി എന്ന് പറയും. 2 എന്ന് പറയുന്നത് അതിൻ്റെ ടൈം പീരീഡ് ആണ്. ആൻഡ് 3 എന്ന് പറയുന്നത് ഫ്രീക്വൻസി അഥവാ ആവൃത്തിയാണ്. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ആ കൺസെപ്റ്റിന് മാത്രം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ഓക്കെ, സോ കൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പെൻഡുലം കാണാൻ വേണ്ടി പറ്റും. പെൻഡുലം അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്നും ഞാൻ ഇതിനെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്തു എന്ന് കരുതാം. ഞാൻ റിലീസ് ചെയ്യുമ്പോൾ ഇങ്ങനെ റിലീസ് ചെയ്തല്ല, റിലീസ് ചെയ്യാൻ മീൻസ് ആക്ച്വലി ഞാൻ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് ജസ്റ്റ് നീക്കി മൂവ് ചെയ്തു. ആൻഡ് മൂവ് ചെയ്തിട്ട് ഞാൻ അതിനെ റിലീസ് ചെയ്യുന്ന സമയത്ത് ഇതെന്ത് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മൂവ് ചെയ്യുന്നത് കാണാൻ വേണ്ടി പറ്റും. ആൻഡ് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ കാണുന്ന ഓസിലേഷൻ അല്ലെങ്കിൽ ഈ ഓസിലേറ്ററി മോഷൻ ഈ കാണുന്ന ശ്രദ്ധിച്ചു നോക്കിക്കൊണ്ട് ഈ കാണുന്ന ഒബ്ജക്റ്റ് തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് പരമാവധി നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. തുലന സ്ഥാനത്ത് നിന്നും ഒരു വശത്തേക്ക് പരമാവധി എത്ര ദൂരം പോയി ആ ഒരു കളേർഡായിട്ട് അതിൽ മാർക്ക് ചെയ്തിട്ടുണ്ടാവും, നീല കളേർഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതാണ് അതിൻ്റെ ആ ഒരു ലെവൽ വരെയാണ് അത് പോയിട്ടുള്ളത്. സോ ആ ഒരു ലെവൽ വരെയുള്ള ദൂരം സ്ഥാനാന്തരം അതിനെ വിളിക്കുന്നവരാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തുലന സ്ഥാനത്ത് നിന്നും അതിനുണ്ടായ പരമാവധി സ്ഥാനാന്തരം, മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ടുവേർഡ്സ് വൺ സൈഡ് ഫ്രം ദി ഇക്വിലിബ്രിയം പൊസിഷൻ, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ്. എനിക്കത് മാർക്ക് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി പറ്റും. സോ ഈ മോഷൻ്റെ സ്ട്രക്ചർ ഞാൻ വരക്കാട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പാത്ത് ഞാൻ വരക്കുകയാണെങ്കിൽ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ശ്രദ്ധിച്ചോ, അതിൻ്റെ പാത്ത് നമ്മൾ വരക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ പാത്ത് വെയിറ്റ് ഓക്കെ. സോ അതിൻ്റെ പാത്ത് ഞാൻ വരക്കാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിച്ചോട്ടോ, ഇതിൻ്റെ പാത്ത് ഞാൻ വരക്കുമ്പോൾ യെസ് നിങ്ങൾക്ക് ഇപ്പോൾ ആ പാത്ത് കാണാൻ വേണ്ടി പറ്റും ഇല്ലേ? അത് അതിൻ്റെ ഇക്വിലിബ്രിയം പോയിന്റിൽ നിന്ന് അങ്ങോട്ട് പോയി റിട്ടേൺ വന്ന് തിരിച്ചിങ്ങോട്ടേക്ക് വന്ന് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു മോഷനിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു മോഷനിൽ ഒരു സൈഡിലേക്കുള്ള പരമാവധി ദൂരം ഇല്ലേ, തുലന ബിന്ദു അഥവാ ഇക്വിലിബ്രിയം പോയിന്റിൽ ഒരു സൈഡിലേക്കുള്ള പരമാവധി ദൂരം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ദാറ്റ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ദാറ്റ് ഡിസ്പ്ലേസ്മെന്റ്, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? An amplitude is a physical quantity. അതിനൊരു യൂണിറ്റ് ഉണ്ട്. ഇറ്റ്സ് മീറ്റർ, റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ എ ആണ് ആംപ്ലിറ്റ്യൂഡ് നമ്മൾ, അല്ലെങ്കിൽ ആവൃത്തിയല്ല ആയതിയെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ? നൗ രണ്ടാമത്തെ പരിപാടി അറിയോ? സെക്കൻഡ് വൺ ഈസ് ടൈം പീരിയഡ്. ടൈം പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന ഒബ്ജക്റ്റിനെ ഞാൻ എന്ത് ചെയ്തതാ, ഇത് ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ നിൽക്കുന്നത് അതിൻ്റെ ഏറ്റവും മാക്സിമം ലൊക്കേഷനിലാണ്, അതായത് അതിൻ്റെ പരമാവധി പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഇതിനെ ഇനി റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ റിലീസ് ചെയ്താൽ അങ്ങോട്ട് പോയി തിരിച്ചു അതേ പോയിന്റിലേക്ക് വന്നു അല്ലേ? അങ്ങോട്ട് പോയി തിരിച്ചെന്ത് ചെയ്തു? അതേ പോയിന്റിലേക്ക് വന്നു. ഇതിനാവശ്യമായ സമയം, ഈ ഒരു മോഷൻ ആവശ്യമായ സമയം, അതായത് എവിടെ നിന്ന് തുടങ്ങിയോ വീണ്ടും അതേ പോയിന്റിലേക്ക് തിരിച്ചെത്താൻ ആവശ്യമായ സമയം, അതിനെ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഏത് ബിന്ദുവിൽ തുടങ്ങിയോ, വിച്ച് മീൻസ് ഒരു ദ്വാലനം അല്ലേ, ഒരു ബിന്ദുവിൽ തുടങ്ങി അവിടേക്ക് തന്നെ റിവേഴ്സ് ചെയ്ത് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ദ്വാലനമാണ്. അങ്ങനെ ഒരു ദ്വാലനത്തിന് ആവശ്യമായ സമയം, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശ്രദ്ധിച്ചോ ഈ ഒരു ഇതിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ് ഇത് കണ്ടോ നിങ്ങൾ,
ആ ഒരു ലൈന് ശ്രദ്ധിച്ചാൽ അതാ സ്റ്റാർട്ട് ചെയ്തു തിരിച്ച് അവിടെ തന്നെ എത്തി അല്ലേ. ഒന്നുകൂടി ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തു തിരിച്ച് അതേ പോയിന്റിലേക്ക് തന്നെ റിവേഴ്സ് ചെയ്തു. ഇങ്ങനെ വരാൻ ആവശ്യമായിട്ടുള്ള സമയം അല്ലേ. ഇത് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും അതേ പോയിന്റിലേക്ക് തന്നെ എത്താൻ ആവശ്യമായ സമയം, ആ ഒരു പാത്ത് ഉണ്ടല്ലോ, ആ ഒരു പാത്ത് കംപ്ലീറ്റ് ചെയ്യാൻ ആവശ്യമായ സമയം, ദാറ്റ് പാത്ത്, ആ കാണുന്ന പാത്ത്, അതിനെ വിളിക്കുന്ന പേരാണ് അതിൻ്റെ ഒരു ദ്വാലനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വൺ ഓസിലേഷൻ, വൺ സിംഗിൾ ഓസിലേഷൻ, അതിനാവശ്യമായ റിക്വയർഡ് ടൈം, അതിനെ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ജസ്റ്റ് വൺ എക്സാമ്പിൾ, ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തിൻ്റെ ഒരു ഓസിലേറ്ററി മോഷൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ ടൈം പീരീഡ് ഞാൻ ചെക്ക് ചെയ്യാം കേട്ടോ. സി ദിസ്, യെസ്, ഈ ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ഒരാൾക്ക് ആവശ്യമായുള്ള സമയം എത്രയാണ്? 1.7208. നമുക്കൊന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഗെയിൻ യെസ് 1.720 എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം പീരീഡ് എന്താണ് സെയിം ആണ്. ക്ലിയർ? ടൈം പീരീഡ് പറഞ്ഞാൽ ഒരു സിംഗിൾ ഓസിലേഷൻ ഉണ്ടാക്കാൻ ആവശ്യമായുള്ള സമയം. കാര്യം മനസ്സിലായോ? ഓക്കെ. നൗ നമുക്ക് മൂന്നാമത്തെ ഒരു ക്വാണ്ടിറ്റി കൂടി നോക്കാണ്ട്, ആവൃത്തി അഥവാ ഫ്രീക്വൻസി എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യും, ആവർത്തിക്കും, ഫ്രീക്വൻ്റ് ആയിട്ട് നടക്കും എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പം നമ്മൾ നോക്കിയുള്ളത് വൺ ഓസിലേഷന് എത്ര ടൈം എടുക്കും എന്നുള്ളതല്ലേ. അല്ല, ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നേരെ റിവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഇത് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാണുന്ന ഓസിലേഷൻ 1 സെക്കൻഡിൽ എത്ര എണ്ണം ഉണ്ടാകും, അതിനെ വിളിക്കുന്ന പേരാണ് ആവൃത്തി അഥവാ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദാറ്റ് ഈസ് നമ്പർ ഓഫ് ഓസിലേഷൻ പ്രൊഡ്യൂസ്ഡ് ഇൻ 1 സെക്കൻഡ്. അതിനെ വിളിക്കുന്ന പേരാണ് ഇതിൻ്റെ ആവൃത്തി എന്ന് പറയുന്നത് അഥവാ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഫ്രീക്വൻസി അതുപോലെ തന്നെ ടൈം പീരീഡ് എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റികളുമായി ബന്ധപ്പെട്ട് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, അല്ലെങ്കിൽ ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് അവരെ അനലൈസ് ചെയ്യാനുണ്ട്. അതിൻ്റെ ഇക്വേഷൻസ്, മറ്റ് കാര്യങ്ങളും, അതിൻ്റെ പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ നെക്സ്റ്റ് വീഡിയോസിൽ എന്തായിരിക്കും, നമുക്ക് അതായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. സോ എന്ത് ചെയ്യുക, കീപ്പ് ഇൻ ടച്ച്. ഓക്കെ, കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ദാറ്റ്സ് ഓൾ. താങ്ക് യു.